ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയെ പൊളിച്ചടുക്കിക്കൊണ്ട് നയന കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കടി ഇപ്പോഴും നിൻ്റെ മനസ്സിൽ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ്. അതിന് നിൻ്റെ അമ്മയും അച്ഛനൊക്കെ ഒരുപാട് നാടകം കിടന്ന് കളിക്കുന്നുണ്ട് അല്ലേടി. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അച്ഛനും അമ്മയെയും ഇതിലേക്ക് വലിച്ചിടരുതെന്ന് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അനിയോട് സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറാവില്ല. അവന് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യട്ടെ, അല്ലാതെ അനിയെ ഉപദേശിക്കാനായിട്ട് ഞാൻ പോകില്ല. എനിക്കറിയാടി നീ അനിയെ ഉപദേശിക്കാനൊന്നും പോകില്ല എന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതൊക്കെ മനസ്സിലായ കാര്യമാണ്. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ നാടകം കളിയാണെന്നും പറയുകയാണ്. എന്നിട്ട് കഴിയുമ്പോൾ നാടകം കളിയാണെങ്കിൽ നാടകം കളി, നിങ്ങൾ എന്താണെന്ന് വെച്ച് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ഇളയമ്മയില്ലേ, ഇളയമ്മ നിങ്ങളുടെ കൂടി ആകെ വഷളായി പോയല്ലോ എന്നുള്ളൊരു തോന്നൽ. അതേടി, ഹനിയുടെ അമ്മ പിന്നെ എൻ്റെ കൂടെ കൂടാതെ അവൾക്ക് പോലും നന്ദുവിനെ മരുമകളായിട്ട് സ്വീകരിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ പിന്നെ അവൾ അങ്ങനെയല്ലടി പറയുള്ളൂ. അവൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നീ എന്തിനാണ് നിൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ഒരുങ്ങുന്നത്? ഞാൻ എൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടുവരും, ചിലപ്പോൾ പറഞ്ഞയക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോവാണ്. അപ്പം നയന അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കരമായിട്ടും കലി വരിക. അപ്പോൾ ഈ ജലജയാണെങ്കിൽ നേരെ ഫോൺ വിളിക്കുക. നമ്മുടെ നവീൻ്റെ അമ്മയും ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളും പറയണം. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിപ്പോൾ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ചില കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്നും പറയണം. കാര്യങ്ങളല്ലാവോ? എന്ത് കാര്യങ്ങളെല്ലാം പറയാനാണ് നിങ്ങൾ എന്നെ വിളിച്ചത്? നിങ്ങൾ എന്നെ വിളിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഞാൻ പറയണമെന്നൊന്ന് കേൾക്കുന്നേ. എന്നാ മോൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെല്ലാം വല്ല നിങ്ങൾ അറിയുന്നുണ്ടോ? അല്ല, മോനെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ആ പെണ്ണിൻ്റെ പേര് വെളിപ്പെടുത്തിയായിരുന്നോ? ഇല്ലല്ലേ? എങ്കിലും ഞാൻ പറയാം. മറ്റാരുമല്ല, നന്ദുവാ. നന്ദുവിൻ്റെ വീട്ടിൽ പോയി ഈ നവീൻ പെണ്ണാലോചിച്ചിരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ജലജയെ അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് പോലെ എൻ്റെ വീട്ടിൽ വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നീയേ വല്ലാത്ത മോശം സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ല നിങ്ങൾക്ക്. എങ്കിലേ നിങ്ങളുടെ മകൻ വരും, ഒന്ന് ചോദിച്ചു നോക്ക്. നിന്റെ മനസ്സിലുള്ള പെണ്ണ് നന്ദു ആണോ എന്നൊന്ന് ചോദിച്ചു നോക്ക്. ഉത്തരം മുട്ടിപ്പോകും അവന്. ഞാൻ പറയുന്ന മുഴുവൻ സത്യം തന്നെയാ. നിങ്ങൾക്ക് തൻ്റെടിയായ ഒരു മരുമകളെയൊന്നും ഇഷ്ടമല്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അവൻ ആ നന്ദുവിൻ്റെ പേര് നിങ്ങളുടെ മുന്നിൽ പറയാത്തത്. പക്ഷെ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും എന്താ പ്രശ്നം? അവൻ വേണ്ട വിധത്തിൽ കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നന്ദുവിൻ്റെ വീട്ടിൽ പോയി നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ട് തനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, കെട്ടിച്ചു തരണം എന്ന് വരെയും ചോദിച്ച് കാര്യങ്ങളെല്ലാം ക്ലോസ് ആക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്കും ഈ സ്ത്രീക്കാണ് ഭയങ്കരമായിട്ടും ഇങ്ങനെ അരിശം വരികയാണ്. ഈ നവീൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അരിശം വരികയാണ്. നവീൻ്റെ അമ്മ നേരെ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അച്ഛാ, ഈ കേട്ടതൊക്കെ സത്യമാണോ അച്ഛാ? സത്യമാണോന്നോ? എന്ത് സത്യം? അല്ല, നവീൻ ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, ആ പെണ്ണ് നന്ദു ആണോ അച്ഛാ എന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് എങ്ങനെ അറിയാം? അല്ല, കൊച്ചുമോൻ മുത്തശ്ശനോട് പല കാര്യങ്ങളും പറയാറുണ്ടല്ലോ, ഒന്നും മറച്ചു വയ്ക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് പിന്നെ ഇങ്ങനൊരു സംശയം എൻ്റെ കൂട്ടുകാരനൊന്ന് പ്രകടിപ്പിച്ചായിരുന്നു. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലോ അല്ലേ? ഇപ്പം എന്നെ ജലജ വിളിച്ചായിരുന്നു. നവീൻ നന്ദുവിൻ്റെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ചത്രേ. എന്നിട്ട് അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തിത്തരണമെന്നാണ് പറഞ്ഞത്. അപ്പം ആ കനകയുടെ സ്വഭാവം മാറിയിട്ടേയില്ല. അവൾക്കേ പണക്കാര് വീട്ടിലെ ചെറുക്കന്മാരെ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണല്ലോ 2 എണ്ണം അനന്തപുരിയിലേക്ക് കയറിയത്. ഇപ്പോഴും ആ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പതേ ഇവിടെ കയറി പിടിച്ചിരിക്കുകയാണ് അവൾ കനകം. പക്ഷേ നന്ദുവിനെ എൻ്റെ മരുമകളാക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അവളെ കാണുന്നത് പോലെ എനിക്ക് കലിയാ. എന്ത് തൻ്റെടോയ പെണ്ണ, പാൻറ്റും ഷർട്ടും ഇട്ട് ആണുങ്ങളെപ്പോലെ മുടിയും മുറിച്ച് നടക്കുന്നവള്. എനിക്കവളെ ഇഷ്ടമല്ല അച്ഛാ. യാതൊരു കാരണവശാലും അവളെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നിങ്ങനെ കയർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവീൻ വരുന്നത്. നമുക്ക് അവൻ വന്നല്ലോ, അവനോട് തന്നെ നമുക്ക് ചോദിക്കാം. അങ്ങനെ നവീൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പറ്റിയത്? എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എടാ നവീനെ, ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്താ മുത്തശ്ശ? നിന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെണ്ണ് നന്ദു ആണോ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീനൊന്നും മിണ്ടുന്നില്ല.
നവീൻ തലയും കുനിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ അച്ഛാ, അവൻ തലയും കുനിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ? അത് കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ അവൻ മനസ്സിൽ വിചാരിച്ച പെണ്ണ് അത് നന്ദു തന്നെയാണെന്ന്. എടാ നവീനെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഈ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. നീ ആ കനകത്തിൻ്റെ വീട്ടിൽ പോയി പെണ്ണാലോചിച്ചെന്നൊക്കെ കേട്ടല്ലോ. ആരോട് ചോദിച്ചിട്ട്? എനിക്ക് അവളെ പോലൊരു പെൺകുട്ടിയെ ഇഷ്ടമല്ലെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാടാ ഇങ്ങനൊരു ഇതാക്കിയത്? ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സമ്മതിക്കൽ, നീ എന്തിനാ പോയത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. വേണ്ടെങ്കിൽ വേണ്ട, ഈ കല്യാണം നടക്കണില്ലെങ്കിൽ നടക്കണ്ട, ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുന്നില്ല. എന്താ അത് പോരെ? നീ പോകരുത്, ആ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തിപ്പോരുത്. ഇല്ല, ശരി, സമ്മതിച്ചു. നന്ദുവിനെ കാണുകയും ചെയ്യരുത്. ഇല്ലെന്നേ, ഞാൻ നന്ദുവിനെ കാണുന്നുമില്ല. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ആ നന്ദുവിനെ കല്യാണം കഴിക്കുന്നുമില്ല. എന്താ പോരെ? അമ്മയ്ക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നവീൻ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നവീൻ്റെ അമ്മയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ആശ്വാസം തോന്നി. അപ്പം നവീൻ ഇങ്ങനെ ഊഞ്ഞാലിരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. അമ്മയ്ക്ക് ഏതായാലും നന്ദുവിനെ മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് തീരെ താല്പര്യമില്ല. അപ്പം പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി. പക്ഷെ എന്നാലും എൻ്റെ നാടകങ്ങൾ ഞാൻ അവസാനിപ്പിക്കില്ല അവരുടെ മുന്നിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവ്യയുടെ കോള് വരികയാണ് നവീൻ്റെ ഫോണിലേക്ക്. അത് നവീൻ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്ന് ചോദിക്കുകയാണ്. ഓ നവീനെ, എൻ്റെ നമ്പർ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അല്ല, എനിക്കും മനസ്സിലാവുന്നില്ല, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സൗണ്ട് പോലും നിനക്ക് അറിയാൻ പറ്റുന്നില്ല. ഇല്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ല. ഓ, പണ്ടൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ, എന്നിട്ട് പോലും ഈ സൗണ്ട് ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് നവീനെ. നവ്യാണോ? ഇപ്പോഴെങ്കിലും ഓർമ്മ കിട്ടിയല്ലോ. എന്തിനാ നവ്യ, നീ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നെങ്കിൽ പറഞ്ഞോ, എന്താ പറയാനുള്ളത്? അത് പിന്നെ എനിക്ക് നിന്നെ അത്യാവശ്യം ഇവിടെ നിന്ന് കാണണം. എന്താ ഫോണിൽ കൂടി പറയാൻ പാടില്ലേ? ഇല്ല, ഫോണിൽ കൂടി പറയത്തില്ല. എനിക്ക് നിന്നെ അത്യാവശ്യം ഇവിടെ നിന്ന് കാണണം എന്ന് പറഞ്ഞപ്പോഴേക്കും എങ്കിലും ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ. അയ്യോ എൻ്റെ അമ്മോ, അങ്ങോട്ട് വരുന്നില്ല. എന്നെ നിൻ്റെ അമ്മയ്ക്കും അതേപോലെ തന്നെ മുത്തശ്ശനൊന്നും തീരെ ഇഷ്ടമല്ലല്ലോ. എനിക്കും ഇഷ്ടമല്ല, അത് തന്നെ കാരണം. പക്ഷേ എനിക്ക് പക്ഷെ നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് നവീനെ. നീ ദയവ് ചെയ്ത് വാ, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ടൊന്ന് പോ എന്ന് പറയാണ്. ശരി, ഓക്കെ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ മീറ്റ് ചെയ്യുകയാണ്. എന്തിനാ നീ എന്നെ വിളിപ്പിച്ചത്? എന്തിനാ എന്നോട് കാണുമെന്ന് പറഞ്ഞത്? എന്ത് സംസാരിക്കാൻ വേണ്ടിയാണ്? എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നും വലിയ താല്പര്യമില്ല. നീ അതേപോലത്തുള്ള കാര്യങ്ങളല്ലേ കാണിച്ചു കൂട്ടുന്നത്. ഓരോ ദിവസം കഴിയുന്നവരും നീ ക്രൂരതയുടെ അങ്ങേ അപ്പുറമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറയാം. പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ട്. നീ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ലേ നന്ദു? അതെ, എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? പക്ഷേ നന്ദുവിന് വേറൊരു പ്രണയബന്ധമുണ്ട്. വേറൊരു പ്രണയബന്ധമോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ നന്ദുവിന് വേറൊരു പ്രണയബന്ധം ഉള്ളതായിട്ട്. പക്ഷേ ഉണ്ട്. അതാരാണാവോ നന്ദുവിൻ്റെ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട ആള്? അത് പിന്നെ നിനക്കറിയാം, നിന്റെ കൂട്ടുകാരൻ തന്നെയാ. എൻ്റെ കൂട്ടുകാരനോ? അതേത് കൂട്ടുകാരൻ? നീ എന്തൊന്നും അറിയാത്തതുപോലെ. ഞാൻ വിചാരിച്ചത് നീ അവനെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമെന്നാ. അത് മറ്റാരുമല്ല, അനിയും നന്ദുവും തമ്മിൽ പ്രണയത്തിലാണെന്നും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീനൊന്ന് ചിരിച്ചിട്ട് പറയാ, അതെ, കൂടുതൽ അടവുകളായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണോ? വേണ്ട, അടവുകളെല്ലാം അങ്ങ് അനന്തപുരിയിൽ മതി. ഞാനൊരു വക്കീലാണ്, അതുകൊണ്ട് നിങ്ങളുടെ അടവൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ മുന്നിൽ അടവായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണ്. ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്മാറണമെന്നും പറയണം. ഒരിക്കലും ഇല്ല, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറത്തില്ല. നന്ദുവിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കും. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ. ഇനി ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. പിന്നെ ശത്രു ആണെങ്കിലും കല്യാണം കൂടിയിട്ടൊന്ന് പോകണോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് മാസം മറുപടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നവ്യക്ക് ഭയങ്കര തിരിച്ചടി കിട്ടിയൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ നമ്മുടെ ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. നയനയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതെ, ആ നവീൻ വക്കീൽ എന്നെ, നയന പറയാണ്, നവീൻ വക്കീൽ എന്നെ വിളിച്ചായിരുന്നു ആദർശേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തിന്? അത് പിന്നെ നവ്യേച്ചിയെ നവീനെ കണ്ടായിരുന്നു എന്ന്. എന്തിന് കണ്ടായിരുന്നു എന്ന്? അല്ല, ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ടാ.
കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്നോ? ആ, നന്ദു ഒരു പ്രണയബന്ധത്തിലാണ്, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെയാ നവ്യേച്ചി നവീനോട് വിളിച്ച് പറഞ്ഞത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് നീ എന്ത് പറഞ്ഞു നയനെ? നീ ഉള്ള കാര്യങ്ങൾ പറഞ്ഞോ? ഞാനൊന്നും പറയാൻ പോയില്ല എൻ്റെ ആദർശേട്ടാ. എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഉള്ള സത്യങ്ങൾ മുഴുവനും, പക്ഷേ എനിക്ക് പറയാനായിട്ട് തോന്നിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പം നവ്യ ശരിക്കും നല്ലതിന് വേണ്ടിയാണ് നമ്മളുടെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ പാര വെക്കാൻ വേണ്ടിയാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം നവീനുമായിട്ടുള്ള നന്ദുവിൻ്റെ ആ ബന്ധം വേർപെടുത്താൻ വേണ്ടിയല്ലേ നോക്കിയത്. പക്ഷേ അനിയെ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നന്ദുവും കൂടി ഈ വീട്ടിലേക്ക് വരണമെന്നല്ല ചേച്ചിയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനിയുടെയും നന്ദുവിൻ്റെയും കല്യാണം കഴിക്കണം, അവർ രണ്ടുപേരും കൂടി ഒന്നിക്കണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലോ? അപ്പം അതാണ് യഥാർത്ഥത്തിൽ സത്യമെങ്കിലോ? നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഏതായാലും ഞാൻ അവനോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ നോക്കട്ടെ, അവനിതെല്ലാം കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഇതിന് പിന്നിൽ നവ്യയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ എനിക്ക് നല്ല അതിയായ സംശയമുണ്ട് ഈ കൂട്ടത്തിൽ നവ്യേച്ചി ഉണ്ടെന്ന്. നവ്യേച്ചി നമുക്ക് വേണ്ടി ഇപ്പം നല്ലതാ ചെയ്യുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. 50-50% ആണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകത്തെയും ഗോവിന്ദനെയാണ്. അപ്പോൾ അവരോട് നിൽക്കുമ്പോൾ ഓരോ വീടിൻ്റെ മുന്നിൽ കാറയുടെ വന്ന് നിൽക്കുകയാണ്. ആരായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങുന്നടാ നമ്മുടെ നവീൻ്റെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ മുത്തശ്ശനും കൂടി ഇറങ്ങുക. ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരു പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇത് നോക്കുക ആരാ വരുന്നതെന്ന്. നവീൻ്റെ അമ്മയാണല്ലോ. ദൈവമേ, എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് പേടിച്ച് വരച്ച് നിൽക്കുക. അങ്ങനെ ഇവർ രണ്ടും കൂടെ അകത്തേക്ക് കയറിയാണ്. വാ കയറി വാ എന്ന് പറയാണ്. അല്ല എന്താ പെട്ടെന്ന് രണ്ടുപേരും കൂടി വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞങ്ങൾ ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് മുത്തശ്ശൻ പറയാ. നവീൻ്റെ കാര്യങ്ങളാ. നവീൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ? അത് പിന്നെ നവീൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എന്നിട്ട് നന്ദുവിനെ പെണ്ണാലോചിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നവീൻ മോൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഓഹോ, പറഞ്ഞു. എന്നിട്ട് നിങ്ങളെന്താ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാതിരുന്നത്? അപ്പം നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സത്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു. അപ്പോഴേക്കും ഈ നവീൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഈ തൻ്റെടിയായ പെണ്ണുങ്ങളെയൊന്നും എനിക്കിഷ്ടമല്ലെന്ന് കനകത്തോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനൊരു കാര്യം നവീൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളതിന് സമ്മതം മൂളിയത്? ഞാൻ സമ്മതിക്കോ ഇല്ലേന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എപ്പോഴേക്കും അയ്യോ അതല്ല, നവീൻ മോൻ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കൂടുതലൊന്നും ആലോചിച്ചില്ല എന്ന് പറയാം. നിങ്ങൾ കൂടുതലൊന്നും ആലോചിച്ചില്ല, പക്ഷേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം മുത്തശ്ശൻ പറയാ, അതെ, നവീൻ്റെ അമ്മയ്ക്ക് തൻ്റെടിയായ പെണ്ണുങ്ങളെയൊന്നും ഇഷ്ടമല്ല, തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ മകൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ വേണ്ടി ആ ഒരു ഇഷ്ടക്കേട് ഇപ്പോൾ നവീൻ്റെ അമ്മ മാറ്റി വെച്ചിരിക്കുകയാണെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ കണ്ണ് തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സത്യമാണ് ഈ പറയുന്നതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതെ, ഞങ്ങളിതിനെക്കുറിച്ച് കൂടുതലൊക്കെ ആലോചിച്ചായിരുന്നു. നവീൻ ഇങ്ങനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴേക്കേ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു നവീനെ. പിന്നീട് അച്ഛനും പിന്നെ എൻ്റെ ഭർത്താവും ഒക്കെ പറഞ്ഞു അവൻ്റെ ആഗ്രഹമല്ലേ അതങ്ങോട്ട് നടത്തി കൊടുത്തേക്കാൻ. പിന്നെ എൻ്റെ മോനും കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ്, എന്നെ പോലെ തന്നെ. അവന് ഈ ബന്ധം നടന്നില്ലെങ്കിൽ പിന്നെ ഒരു കല്യാണം നടക്കില്ല. അങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പിന്നെ നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് സമ്മതം മൂളിയത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും സത്യമാണ്, എവിടെ നന്ദു എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇപ്പോൾ വിളിക്കാം നന്ദൂട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു വരികയാണ്. ഇവളുടെ മുഖത്ത് പോലും ഞാൻ മര്യാദക്ക് നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ മരുമകളെ ഒന്ന് മര്യാദയ്ക്കൊന്ന് നോക്കട്ടെ. അപ്പം മരുമകളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദുവും പെട്ടുപോയൊരവസ്ഥ. നന്ദു പേടിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നിന്നെ അങ്ങോട്ട് സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ മരുമകളായിട്ട് നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പിന്നെ പോലീസ് ഓഫീസറാണെന്നൊക്കെ അറിയാം എന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങളിൽ പോയി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചില കാര്യങ്ങളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. പിന്നെ നവീനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. അത് ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ നന്ദുവിനെ കണ്ടെന്നും സമ്മതം മൂളിയെന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.